ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ശബ്ദം നേർന്നുകൊള്ളുന്നു. ഈ ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ച ഒരു യഥാർത്ഥ സംഭവമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുവാൻ പോകുന്നത്. എന്താണ് നവീകരണം അഥവാ റിഫോർമേഷൻ? ആരാണ് മാർട്ടിൻ ലൂതർ? ദൈവം മാർട്ടിൻ ലൂതറിന് നൽകിയ വെളിച്ചം ഈ ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ചോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 1483 നവംബർ മാസം 10-ാം തീയതിയാണ് ഐൽസ്ലി ബെന്നിൽ മാർട്ടിൻ ലൂതർ ജനിച്ചത്. അവന്റെ പിതാവ് ഒരു ചെമ്പ് ഖനി തൊഴിലാളിയായിരുന്നു. ലൂതർ എർഫേർട്ട് എന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. 1505 ജൂലൈ മാസം ലൂതറിന് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമുണ്ടായി. ഒരു വലിയ ഇടിവെട്ടും മഴയാലും പ്രയാസപ്പെട്ടപ്പോൾ ദൈവത്തിനു വേണ്ടി ഒരു സന്യാസി ജീവിതം നയിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. കാരണമെന്നാൽ നരകത്തിന്റെയും ദൈവകോപത്തിന്റെയും പേടികൊണ്ട് സന്യാസി ജീവിതം നയിച്ചാൽ രക്ഷ നേടാം എന്ന തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അവസാനം ദൈവവചന പഠനത്തിനായി വിറ്റൻബർഗിലേക്ക് പോയി. എന്നാൽ റോമൻ സഭയുടെ കീഴിൽ പണം നൽകിയാൽ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ കുറയും എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നത് കണ്ടപ്പോൾ ലൂതറിന് ദേഷ്യം വന്നു. എന്നാൽ ഒരു വ്യക്തി രക്ഷപ്പെടുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്, ഒരുവന്റെ പ്രവൃത്തി കൊണ്ടല്ല. ദൈവം പാപികളെ ശിക്ഷിക്കുന്ന ദൈവമല്ല, പകരം പാപികളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ലൂതർ വിശ്വാസികളെ പഠിപ്പിച്ചു. റോമൻ സഭയുടെ അധികാരികൾക്കെതിരെ സംസാരിച്ചപ്പോൾ ലൂതർ എഴുതിയ എല്ലാ പുസ്തകങ്ങളും കത്തിക്കാൻ ഉത്തരവിട്ടു. അവസാനം ബൈബിളിലെ പുതിയ നിയമം ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അതിലൂടെ സാധാരണ ജനങ്ങൾക്ക് ദൈവവചനം വായിക്കുവാനും ദൈവസ്നേഹം രുചിച്ചറിയുവാനും കഴിഞ്ഞു. അങ്ങനെ കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും ആശ്വാസമായി ദൈവവചനം ജനഹൃദയങ്ങളിൽ നിറഞ്ഞു. സത്യം അവർ മനസ്സിലാക്കി. അവസാനം റോമൻ അധികാരികൾ ദൈവവചനമായ ബൈബിൾ വായിക്കുവാൻ അനുമതി നൽകി. അവിടെ നിന്നാണ് പ്രൊട്ടസ്റ്റാനിസം ആരംഭിച്ചത്. ഇതാണ് നവീകരണം അഥവാ റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത് അവന് ദൈവത്തിലുള്ള വിശ്വാസത്താലും ആ വിശ്വാസത്തിലൂടെയുള്ള പ്രവൃത്തി മുഖാന്തരമാണ്. അതിനോടൊപ്പം തന്നെ പരസ്പര സ്നേഹവും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.